മൂവാറ്റുപുഴ EC മാർക്കറ്റിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് വാഴപ്പള്ളിയിൽ അവസാനിക്കുന്ന ജനശക്തി റോഡിന്റെ ഇരുവശങ്ങളിലും അനധികൃതമായി ലോറി പാർക്കിംഗ് ചെയ്യുന്നത് പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാകുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ലോറികൾ പാർക്ക് ചെയ്യുന്നതിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാകുന്നു. മൂവാറ്റുപുഴ EC മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച വാഴപ്പള്ളിയിൽ അവസാനിക്കുന്ന ജനശക്തി റോഡിന്റെ തുടക്കഭാഗത്താണ് അനധികൃത ലോറി പാർക്കിംഗ് തുടരുന്നത്. ഇത്തരത്തിലുള്ള അനധികൃത വാഹന പാർക്കിംഗ് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ജനശക്തി റോഡ് ആരംഭിക്കുന്ന ഭാഗങ്ങളിൽ റോഡിന് ഇരുവശങ്ങളിലുമായാണ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ലോറി പാർക്കിംഗ്. 2 വാഹനങ്ങൾ ഒരുമിച്ച് ഇരുവശങ്ങളിൽ നിന്നും വന്നാൽ കടന്നുപോകുന്നതിന് സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതേസമയം കാൽനടയാത്രക്കാർക്കും വലിയ ദുരിതമാണ് ഈ അനധികൃത പാർക്കിംഗ് സമ്മാനിക്കുന്നത്. ദിവസങ്ങളോളം ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യവുമുണ്ട്. ഇതേ തുടർന്ന് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മദ്യപാനവും മലമൂത്ര വിസർജനവും മാലിന്യ നിക്ഷേപവുമെല്ലാം ഇതിന്റെ മറവിൽ നടക്കുന്നതായും പരാതിയുണ്ട്. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ പോലീസിലും നഗരസഭാ അധികൃതർക്കും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് TK പറഞ്ഞു. ഞങ്ങൾ പല പ്രാവശ്യം ഇതിനെതിരെ പരാതി CAക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുനിസിപ്പൽ കൗൺസിലിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇത് എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങളിലൂടെ നീക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇവർ കൊണ്ടുവിടുന്ന മാലിന്യങ്ങളും അതുപോലെ രാത്രികാലങ്ങളിൽ നടക്കുന്ന മദ്യപാനവും ഇതൊക്കെ ഇതിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉൾപ്പെടെ അവസാനിപ്പിക്കണമെങ്കിൽ ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റി പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമൊരുക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടതെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നഗരസഭയിൽ ഉന്നയിക്കുമെന്നും നഗരസഭാ കൗൺസിലർ മനോജ് G പറഞ്ഞു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അനധികൃത പാർക്കിംഗ് ആണ്. ലോറികളുടെ അനധികൃത പാർക്കിംഗ് മൂലം വളരെയേറെ വൈഷമ്യം ഇതുവഴിയുള്ള സഞ്ചാരത്തിനും ഗതാഗതത്തിനും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് സ്ഥിരമായിട്ട് നടന്നു വരുന്ന വഴിയാണ്, ധാരാളം വണ്ടികൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൽ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ ഇതിൻ്റെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇതിനുള്ള അടിയന്തര പ്രതിവിധി കാണണമെന്നുള്ളത്. കൂടാതെ ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ ഇതെല്ലാം, അതുപോലെ മദ്യപാനം ഇതെല്ലാം ഈ അനധികൃത പാർക്കിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള പൊതുജന സഞ്ചാരത്തെ തന്നെ വളരെയേറെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. അതിൽ അധികാരികൾ പ്രത്യേക ശ്രദ്ധയെടുക്കണം. അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ഒരു വലിയ പ്രക്ഷോഭത്തിന് തന്നെ ഇത് കാരണമായി തീരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടന്നു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് വലിയ ഗതാഗതക്കുരുക്കാണ് ഈ റോഡിൽ അനുഭവപ്പെടുന്നത്. അതേസമയം ലോറികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള കൃത്യമായ സ്ഥലം നഗരസഭാ അധികൃതർ ഒരുക്കണമെന്നാണ് ലോറി ഉടമകളുടെ ആവശ്യം. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.